അസ്സലാമലൈക്കും കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വാച്ച് അവറൊക്കെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വാച്ച് അവറല്ല, വ്യൂസ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം വെക്കുന്നത് മീൻ കറിയാണ് കേട്ടോ. ചോറൊക്കെ കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ രാവിലെ നേരത്തെ എല്ലാം ആകണം കേട്ടോ, ഇവിടെ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാൻ. അപ്പോൾ അതിലൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് ഉലുവ ഇട്ട്, പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. അതിട്ട് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല കേട്ടോ, ചെറിയ വലിയ ഉള്ളിയാണ്. അപ്പോൾ ഇത് ചെറുതാക്കി അരിഞ്ഞ കാരണം കൊടുക്കുന്ന തോന്നണം കേട്ടോ, ചെറുതാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിടുക നല്ലത് കേട്ടോ. ചെറിയ ഉള്ളി ഇപ്പോൾ രാവിലെ തൊലിക്കാനുള്ള സമയമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് വേഗം ഒരു വലിയ ഉള്ളി എടുത്ത് മുറിച്ച് പിന്നെ അതിലേക്ക് 2 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് അത് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ നല്ലപോലെ എല്ലാം പിന്നെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പൊടിൻ്റെ മണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒക്കെ സിമ്മിലാണ് കേട്ടോ, ഞാനും സിമ്മിലിട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് നല്ലപോലെ കുതിർത്തിയതിന് ശേഷം അത് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങയും 2 ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ജീരകം പാടെ അരച്ചതാണ് കേട്ടത്. ഒരുപാട് വെള്ളമില്ലാണ്ട് അരച്ച് പച്ചത്തേങ്ങ തന്നെയാണ് കേട്ടോ. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരുപാട് തിളച്ച് മസാല വേകണമെന്നൊന്നുമില്ലല്ലോ. ഇതിലേക്ക് നമുക്കിതിലേക്ക് വേഗം തന്നെ മീനിടാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഐക്കോറ മീനാണ്, നല്ല ഐക്കോറ കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ കറി വയ്ക്കാൻ വിചാരിച്ചിട്ടാ. അതിലൊരു ചെമ്പല്ലി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ തലയും എല്ലാം പാർത്തിട്ട് കറി വെക്കണം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ആദ്യം തുണ്ടാണ് ഇടുന്നത് കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചതാണ് ഇട്ടത്. ആദ്യം ഞാൻ അതിലേക്ക് തുണ്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ തല ഇടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ തല അങ്ങനെ ഉടഞ്ഞു പോകും. തല വേറെ വെക്കാനുള്ള തലയൊന്നുമില്ല, ഒരു മീനിൻ്റെ തലയാണ്. അപ്പോൾ അത് തല ഇതിൽ കൂടെ തന്നെ ഇട്ട് വെക്കണം കേട്ടോ. ഇതിലൊരു ചെമ്പല്ലി ഉണ്ട്, അത് എല്ലാം പാടത്തിട്ടാണ് ഒരു സകലഗുലാബി കറിയാണ് ഇട്ടത്. മീനിട്ട് ഇനി ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം തല ഞാൻ മാറ്റി വെച്ചിരിക്കും കേട്ടോ. മീനിട്ടതിന് ശേഷം ഞാൻ എന്ത് കറിയാണെങ്കിലും അതിലേക്ക് മീൻ കറിയിലേക്കാണ് അധികം മുളക് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ലാസ്റ്റാണ് മുളക് ഇടുള്ളൂ, വഴറ്റുമ്പോഴൊന്നും ഇടലില്ല കേട്ടോ. എപ്പോൾ എൻ്റെ ഏത് കറി കണ്ടാലും നിങ്ങൾക്കറിയാം, പച്ചമുളക് ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കില്ല, മീൻ കറിയിൽ ഉപയോഗിക്കും, അത് ഞാൻ ലാസ്റ്റേ ഇടുള്ളൂ. പിന്നെ അതിലേക്കൊരു കറിവേപ്പിൻ്റെ ഇല ഇട്ട് മീനും തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് മീനിൻ്റെ തല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളക്കണം. അപ്പോൾ കുറേ നേരമായിട്ട് തിളക്കണില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ വേണ്ടിട്ട് നോക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ കറണ്ടിൻ്റെ അടുപ്പുണ്ടായിരുന്നു, ഇത് ഞാൻ വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ. കറണ്ടിൻ്റെ അടുപ്പ് അവിടെ ഉപയോഗിച്ചിരുന്നതാണ്, അപ്പോൾ അതിങ്ങോട്ട് കൊടുന്നു. അപ്പോൾ ഞാനിത് മൺചട്ടി ഈ അടുപ്പിൽ പറ്റില്ല, അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് കറി ഒഴിച്ച് പിന്നെ നല്ലപോലെ തിളപ്പിച്ചു കേട്ടോ. തിളപ്പിച്ച് കറിയൊക്കെ ആയി. മീൻ കറിയൊക്കെ നല്ല അടിപൊളി ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ മീൻ ആദ്യം ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് തല ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചാൽ മീനും ഉടയില്ല തലയും ഉടയില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കിയത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ചാറൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഉപ്പേരി വെക്കണം, കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടൊന്ന് മീൻ ചാറും വെച്ച് ഉപ്പേരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ രാവിലെ പച്ചരി അരച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരടുപ്പിൽ ദോശയും ഒരടുപ്പിൽ കറിയും ഒരടുപ്പിൽ ചോറും, അങ്ങനെ 3 അടുപ്പും ഒപ്പം കത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നേരം വെളുക്കുമ്പോൾ ഒന്നും ആകില്ല കേട്ടോ. അപ്പോൾ അത് അപ്പമൊക്കെ അങ്ങനെ വിണ്ട് നിൽക്കുന്നത് എന്താ ആകാത്തത് കണ്ട് നോക്കിയപ്പോൾ ഗ്യാസൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഗ്യാസ് നിറച്ചിട്ട് വന്നിട്ടാ പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയി ഗ്യാസ് കിട്ടിയപ്പോൾ. അതിന് ശേഷമുള്ള കുക്കിങ്ങാണ് കേട്ടത്. പിന്നെ അവർക്ക് ഉപ്പേരിയൊന്നും കൊടുത്തയച്ചില്ല, വെറും മീൻ കറി തന്നെ കൊടുത്തയച്ചുള്ളൂ. വേറെ ഒന്ന് പപ്പടവും പൊരിച്ചിട്ട് മീൻ കറിയും പാടെ കൊടുത്തയച്ചു. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ഒരു ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചൊക്കെ വെച്ച് വെള്ളത്തിലിട്ട് വെച്ച സാധനമാണ്, അവന് അത് വെക്കുക തന്നെ വേണമല്ലോ. അവനെ ചട്ടി വെച്ച് കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയില്ല കേട്ടോ, വെളുത്തുള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം പാടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയും ഒഴിച്ച് എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ വഴറ്റുക.
ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം കേട്ടോ. പച്ചയിൽ തന്നെ ഇട്ടിട്ട് വേണ്ട അതിൻ്റെ ഉപ്പേരിൻ്റെ ടേസ്റ്റ് വേറെ വ്യത്യാസം ഉണ്ടാവും. ഇത് നാടൻ നീളത്തിലുള്ള വഴുതനങ്ങയല്ലേ, വയലറ്റ്, അതാണ് കേട്ടോ. അത് നല്ലപോലെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ അതൊക്കെ രാവിലെ ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതപ്പോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ടതാണ്. അതൊക്കെ കഴുകി വാര വെച്ച് പിന്നെ അതിനെ ഉള്ളി വഴന്നതിന് ശേഷം അതിനെ കൊട്ടി പിന്നെ ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഈ വഴുതനങ്ങ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഉപ്പേരി വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ചെങ്കിൽ ഇപ്പോൾ അധികം ആൾക്കാരൊക്കെ വെക്കണുണ്ടാവുമായിരിക്കും. ഞാൻ ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്താലും എനിക്കിഷ്ടം, അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ ഉപ്പേരി വെച്ചാലും ഇഷ്ടമാണ് കേട്ടോ. ഇത് കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മത്തി ഇത് സാധാ മസാല തേച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചിയൊന്നും തേച്ചിട്ടില്ല. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ തേച്ചിട്ടാണ് മീൻ പൊരിക്കുന്നത് കേട്ടോ. ഇഞ്ചിയൊന്നും തേച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ അതാ കറി പിന്നെ ഞാൻ തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് കിട്ടിയപ്പോൾ പിന്നെ മൺചട്ടിയിൽ തന്നെ ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരിയൊക്കെ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.